ഈ പാട്ടിലെ ഹീറോയിൻ അറിയാമോ എന്ന് ചോദിച്ചു. ഇല്ല. ഞാൻ ഇത്രയും വർഷം ഞാൻ ഇങ്ങനെ പുറകെ നടന്നിട്ടും തിരിച്ചു പറയാത്തൊരു സാധനം ഞാൻ എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുമ്പോ സത്യാണോ? എന്നെ പോലെ ആൾക്കാർക്ക് പാസ്പോർട്ട് ഒന്നും വേണ്ട, ഞാൻ പോയി ചിരിച്ചണിച്ചാൽ മതി, അവരെന്നെ കയറ്റി വിട്ടോളൂ. അങ്ങനെയൊക്കെ പറഞ്ഞാല് പിടിച്ചിരിക്കാൻ പറ്റും. ഞങ്ങള് രജിസ്റ്റർ മാരേജിന്റെ ആ ദിവസം അച്ഛൻ വന്നു, അച്ഛൻ ഞങ്ങള് ബ്ലെസ് ചെയ്തു. ലക്ഷദ്വീപിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് കേരളത്തിലേക്ക് കല്യാണത്തിന്റെ സൈൻ ചെയ്യണ ഒരു ½ an hour or 1 hour ബിഫോർ ആണ് എന്നെ പ്രപ്പോസ് ചെയ്യണം. ആൻഡ് ആക്ച്വലി ഐ ലവ് യു പറയുന്ന പോലും. നാളെ ഇതേപോലെ ഒരു സംഭവം ഒരാൾക്ക് വരുമ്പോ അവർക്ക് ഇതൊരു എടുത്തുചാട്ടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വരാതിരിക്കാനെങ്കിലും ഞങ്ങളുടെ ലൈഫ് ഒരു എക്സാമ്പിൾ ആവണം എന്നൊരു ആഗ്രഹമുണ്ട്. ഹലോ എവ്രിവൺ. സോ നമ്മളുടെ ഇന്നത്തെ അതിഥികളായി എത്തിയിരിക്കുന്നത് നമ്മുടെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട 2 താരങ്ങളാണ്. നമ്മുടെ ന്യൂലി വെഡ്സ് ആയ സൽമാൻ ആൻഡ് മേഘ. വെൽക്കം. Thank you. First of all, congratulations and happy married life. Thank you so much. ആക്ച്വലി ഇവരുടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എൻ്റെ ഷൂട്ട് നടക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ലൊക്കേഷനിൽ ഇരിക്കുമ്പോൾ രാവിലെ നമ്മുടെ കൺട്രോളർ വന്നിട്ട് അറിഞ്ഞോ മിഴി 2-ലെയും നായകനും നായികയും കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞത്. അപ്പൊ ഞാനിങ്ങനെ ഇത് ഞാൻ ഫസ്റ്റ് കേൾക്കുന്ന കാര്യം ഇതാണ്. പിന്നെ നോക്കുമ്പോൾ ലൊക്കേഷനിൽ ഫുൾ ഇങ്ങനെ ഭയങ്കര ചർച്ചാ വിഷയം, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. ഒരുപാട് ആൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെ അറിഞ്ഞത് ഞങ്ങളെ അനൗൺസ് ചെയ്തതിന് ശേഷമാണ് എല്ലാവരും ഇത് അറിഞ്ഞു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ചൊരു സീക്രട്ട് പരിപാടീസ് ആയിരുന്നു. അതെ, പക്ഷെ ഞങ്ങളുടെ ലൊക്കേഷനിൽ ഞങ്ങൾ അറിഞ്ഞ അടുത്ത ദിവസം നിങ്ങൾ വീഡിയോ ഇട്ട് ഞങ്ങൾ അറിഞ്ഞു. ഫോട്ടോ ഉണ്ടല്ലോ ഫസ്റ്റ് ഫോട്ടോ ഇടുന്നതിന് മുന്നേ ഞങ്ങൾ അറിഞ്ഞു. മറ്റേ നോട്ടീസ് ബോർഡ് ആയിരിക്കും, അതൊന്നും എനിക്കറിയില്ല. നമ്മുടെ ലൈക് ഇത് അറിഞ്ഞ അടുത്ത ദിവസമാണ് നിങ്ങളുടെ വീഡിയോ വരുന്നത്. അത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചായിരുന്നു. ആക്ച്വലി മറ്റേ രജിസ്റ്റർ മാരേജിന്റെ ഒരു നോട്ടീസ് ബോർഡ് ഇടല്ലോ, അത് കുറച്ച് ചെറുതായിട്ടൊന്ന് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോ ഒളിച്ചു വെക്കാനൊന്നും അല്ലല്ലോ. അല്ല, ആക്ച്വലി ഞങ്ങള് പ്രോപ്പർ ആയിട്ട് ഒരു പരിപാടിയൊക്കെ വെച്ച് അനൗൺസ് ചെയ്യാൻ അങ്ങനത്തെ ഒക്കെ പ്ലാനിലായിരുന്നു. രജിസ്റ്റർ കഴിഞ്ഞാലും അനൗൺസ് ചെയ്യാൻ, പക്ഷെ അതിന് മുമ്പേ കയ്യിൽ നിന്ന് പോയി. അതങ്ങനെയാണ്, നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും ഇതൊക്കെ ഇങ്ങനെ ആൾക്കാർ നോക്കിയിരിക്കുന്ന കാര്യങ്ങളാ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കമന്റ്സ് അതിന്റെ താഴെ കണ്ട സഞ്ജു ലച്ചു ഒരുമിച്ചു, ഞങ്ങളുടെ ആ സീരിയല് കാണുമ്പോഴെങ്കിലും വിചാരിച്ചതാണ്, അത് നടന്നില്ല, റിയൽ ലൈഫിൽ അത് നടന്നില്ല. ഒരു ഹ്യൂജ് ഫാൻ ബേസ് ഉള്ള 2 വ്യക്തികളാണ് അല്ലെ. നിങ്ങളുടെ ആ ക്യാരക്ടർ അത്രമാത്രം അക്സെപ്റ്റഡ് ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രണയം എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു തുടക്കം കുറിച്ചത് ഞാനാണ്. അത് ഞാൻ കണ്ടു ഓൾറെഡി. ഇപ്പം നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പം ഓം ശാന്തി ഓശി, ഞാൻ ആ ഇന്റർവ്യൂ കാണുമ്പോഴേ ഇത് ഓം ശാന്തി ഓശാനല്ലേ. അതെ അതെ അതെ, ആ ഒരു കറക്റ്റ് ആ ഒരു ലൈനായിരുന്നു അല്ലേ. അതെ, എനിക്ക് വീട്ടിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ സംസാരിച്ച് എനിക്ക് കുറെ സപ്പോർട്ടും അഡ്വൈസൊക്കെ തന്ന് അങ്ങനെ മെല്ലെ മെല്ലെ ഞങ്ങൾ ക്ലോസ് ആയി വന്നതാണ്. പിന്നെ ആസ് യൂഷ്വൽ എനിക്കൊരു ഇഷ്ടം തോന്നി, ഞാൻ പറഞ്ഞു, റിജക്റ്റ് ചെയ്തു. വല്ലാത്തൊരു റിജക്ഷൻ ആയി പോയി. പിന്നെ ലാസ്റ്റ് പുള്ളിക്കാരൻ തന്നെ എന്നെ പ്രപ്പോസ് ചെയ്തു. പ്രപ്പോസ് ചെയ്തത് പറയണം അല്ലേ. അത് പ്രപ്പോസ് ചെയ്തത് കല്യാണത്തിന്റെ സൈൻ ചെയ്യണ ഒരു ½ an hour or 1 hour ബിഫോർ ആണ് എന്നെ പ്രപ്പോസ് ചെയ്യണം. ആൻഡ് ആക്ച്വലി ഐ ലവ് യു പറയുന്ന പോലും. അത് വേറെ ലൈക്ക് ഞാൻ പറയുമ്പോൾ ഇഫ് ഐ സേ ലൈക്ക് ഐ ലവ് യു എന്ന് പറയുമ്പോഴും ഹി വുഡ് സേ ഐ ഹേറ്റ് യു. എന്നുവെച്ചാൽ ഇഷ്ടക്കേട് കൊണ്ടല്ല, ഐ ലവ് യു എന്ന വേർഡ് പറയില്ല, ഇഷ്ടമുണ്ടെന്നാലും ഐ ഹേറ്റ് യു. അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു പ്യുവർ ലവ് അല്ലെങ്കിൽ ഇത്രയും കാലം വെയിറ്റ് ചെയ്ത് 2.5 കൊല്ലം വെയിറ്റ് ചെയ്ത് ഒരാൾക്ക് വേണ്ടി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയത്തില്ല അത് ഇപ്പൊ ഉണ്ടോന്ന്. എസ്പെഷ്യലി ഏത് ജനറേഷനാണ്, ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടിയാണിത് അല്ലേ. സൽമാൻ, യു ആർ ലക്കി അല്ലെ ഇങ്ങനെ ഒരാളെ കിട്ടാൻ. ആക്ച്വലി ഞാൻ അതാണ് പറഞ്ഞത്. ആ പുള്ളിക്കാരത്തി ആദ്യം പറയുന്ന സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇത് ഒരു ആദ്യം തോന്നിയൊരു അട്രാക്ഷൻ ആയിരിക്കും. ഇത് പറഞ്ഞല്ലോ, പുള്ളിക്കാർക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം അതിന് കൊടുക്കുന്ന ഒരു സപ്പോർട്ടിന് നമ്മൾ ഒരു കിട്ടാത്തൊരു സപ്പോർട്ട്, ഒരു കെയർ കൊടുക്കുമ്പം വന്ന ഒരു ഇൻഫാക്ച്വേഷനോ ഒരു അട്രാക്ഷനോ ഒക്കെ ആയിരിക്കും. അത് പോകെ പോകെ അത് അത്രയും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പുള്ളിക്കാരത്തി ബിസി ആകുമ്പോൾ അല്ലെങ്കിൽ നാളെ ഇൻഡിപെൻഡൻ്റ് ആകുന്ന സമയത്ത് എന്താവും, എങ്ങനെ പോവും, അതിനനുസരിച്ചിട്ട് നീ തീരുമാനിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു നല്ലൊരു റെസ്പെക്ട്ഫുള്ളി ആയിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചതാണ്. ഞാനും ലൈക്ക് ആ ഒരു അഡ്വൈസ് ആയിട്ട് ഞാൻ വിചാരിച്ചു, ഓക്കെ വാട്ട് ഇഫ് ഇറ്റ്സ് എൻ ഇൻഫാക്ച്വേഷൻ, എനിക്ക് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ അത് ലൈഫ് ലോങ് ഉണ്ടാവുമല്ലോ. സോ ഐ ജസ്റ്റ് വെയിറ്റ് ഫോർ ഹിം ടു സേ യെസ്.
കാരണം പിന്നീട് ചിന്തിക്കരുതല്ലോ ഒരു ഇപ്പം ഒരുപാട് ആൾക്കാർ പറയുന്ന പോലെ എടുത്ത് ചാട്ടായി പോയി അതെ, അത് ഒരു പക്ഷെ നിങ്ങൾ ഇപ്പൊ പറയുന്നത് വളരെ നന്നായിരിക്കും. ഒത്തിരി ആൾക്കാര് ആദ്യം പറയുന്ന ഒരു കാര്യമായിരിക്കും, ഓ അത് ആ പ്രായത്തിലെ എടുത്തുചാട്ടമാണ് എന്നുള്ളത്. അപ്പം അതിനൊരു ഉത്തരാണ് സൽമാൻ ഇപ്പൊ പറഞ്ഞത്. അങ്ങനെ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. അത് എന്താ പറയാ, ആർക്കും അഭിപ്രായമൊക്കെ ആർക്കും പറയാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഭയങ്കര ജഡ്ജ്മെന്റലായിട്ട് ഒരു പ്രജുഡീസ് ടൈപ്പ് പറയുമ്പം ചില സമയത്ത് കാണുമ്പോൾ ചില സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പുള്ളിക്കാരത്തി എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരാളാണ്. കാരണം ഞങ്ങൾക്കിപ്പോ തെളിയിച്ചു തരാൻ കയ്യിലൊന്നുമില്ല, ഇനി ജീവിച്ച് സന്തോഷിച്ച് കാണിക്കാനല്ല. ഇല്ല, അത് വേറൊരു കാര്യം. സത്യമായിട്ട് ആരെയും തെളിയിക്കേണ്ട കാര്യം എന്നല്ല പറയണേ. എന്നാലും നാളെ ഇതേപോലെ ഒരു സംഭവം ഒരാൾക്ക് വരുമ്പോ അവർക്ക് ഇതൊരു എടുത്തുചാട്ടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വരാതിരിക്കാനെങ്കിലും ഞങ്ങളുടെ ലൈഫ് ഒരു എക്സാമ്പിൾ ആവണം എന്നൊരു ആഗ്രഹമാണ്. അപ്പൊ എങ്ങനെയാണ് സൽമാനോടുള്ള ഒരു പ്രണയം ഫസ്റ്റ് ആയിട്ട് തോന്നിയത്? ഇപ്പൊ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫസ്റ്റ് മീറ്റ് ചെയ്തത് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഫസ്റ്റ് മീറ്റ് ചെയ്ത് ലൈക്ക് ഞങ്ങള് സെറ്റിലാണ്. അപ്പൊ വി വർ ജസ്റ്റ് ഫ്രണ്ട്സ്. ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ പോകെയാണ് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇതായത്. പിന്നെ എൻ്റെ ഇഷ്ടം പറഞ്ഞത് എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ്. അന്ന് തന്നെ എന്നെ റിജക്റ്റും ചെയ്തു. സൽമാൻ ഏതൊരു മൊമെന്റിലാണ് ആക്ച്വലി സൽമാന് തോന്നിയത്, ഓക്കെ ദിസ് ഇസ് മൈ ഗേൾ, ഞാൻ ഈ കുട്ടീനെ കല്യാണം കഴിക്കാൻ പോവാണ്? ഞാൻ ഈ പുള്ളിക്കാരത്തി എക്സ്പ്രസ് ഒക്കെ ചെയ്യുന്നത് എല്ലാം ഭയങ്കര ജെന്യൂൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എല്ലാം. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എനിക്ക് ഇതൊരു ടൈം പാസ് ആയിരുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് തോന്നിയ ഒരു അട്രാക്ഷൻ അല്ല എന്ന് ഉറപ്പ് വേണം. കാരണം നാളെ ഞാൻ പറഞ്ഞല്ലോ, അവൾക്ക് തന്നെ റിഗ്രറ്റ് ആവാൻ പാടില്ല, എനിക്കും റിഗ്രറ്റ് ആവാൻ പാടില്ല. സോ ഞാൻ ഇത്രയും കാലം ഞാനതിങ്ങനെ വേണ്ടെന്ന് വെച്ചു, എല്ലാം അങ്ങനെ ആക്കി. പിന്നെ പേഴ്സണലി എനിക്കും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾ തന്നെയാണ് ഞാൻ, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ എൻ്റെ പ്രശ്നങ്ങളിൽ ഇപ്പൊ ഞാൻ പുള്ളിക്കാരത്തിനോട് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു, എന്ത് വലിയൊരു പ്രശ്നമാണെങ്കിലും എന്ത് വലിയൊരു മോശം സിറ്റുവേഷൻ ആണെങ്കിലും അതിൽ നിന്നൊരു പോസിറ്റീവിലേക്ക് എത്തിക്കാനും പോസിറ്റിവിറ്റി പറഞ്ഞു തരാനും വല്ലാത്തൊരു പവറാണ്. സോ ഇങ്ങനെ പല പ്രശ്നങ്ങളിൽ എൻ്റെ കൂടെ ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്നപ്പോഴും പിന്നെന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ മെഡിരണ്ടിലും കഴിഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കാണാത്തപ്പോ അത്രയും ഒരു എഫക്റ്റ് ഉണ്ടാവൂല. നിങ്ങൾ ശരിക്കും എത്ര നാള് പിന്നെ കാണാണ്ടിരുന്നു? ഞങ്ങള് 6 to 8 months I think അങ്ങനെ കാണാണ്ടിരിക്കും. ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നാലും ഞാൻ വിചാരിച്ചു ആ കാണാത്ത സമയത്ത് ഒരു ഇത്തിരിയെങ്കിലും കുറയാണെങ്കിൽ, ഞാൻ സത്യം പറഞ്ഞ 1 ഇഞ്ചെങ്കിലും കുറയാണെങ്കിൽ അത് കംപ്ലീറ്റ് ഞാൻ അങ്ങനെ തന്നെ വിട്ട് വേറെ വഴിയിലായത്. പക്ഷെ കാണാത്തപ്പോ കൂടിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ ഞാനിങ്ങനെ നോക്കി, ഓക്കെ അതിന് ഒരു എന്താ പറയാ, ഒരു സ്റ്റാൻഡേർഡ്, ഒരു എന്താ പറയാ, ഒരു ഭയങ്കര ജെന്യൂനിറ്റി, ഒരു സ്റ്റാൻഡേർഡ്, ഒരു സിൻസിയറിറ്റി ഒക്കെ ഫീൽ ചെയ്തപ്പം ഏതോ സത്യം പറഞ്ഞാൽ ഏതോ ഒരു മൊമെന്റിൽ ഞാൻ അങ്ങോട്ട് ഡിസൈഡ് ചെയ്തിട്ട് പോലും ഞാൻ പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് പറഞ്ഞില്ല. എൻ്റെ ഒരു ബെസ്റ്റ് ബഡ്ഡി ഉണ്ട് മീത്തു എന്ന് പറഞ്ഞിട്ട്, ആളിപ്പോ ദുബൈയിലാണ്. ഞാൻ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പുള്ളിക്കാരൻ്റെ അടുത്താണ് ഞാൻ പറയുന്നത്, എടാ ഐ ആം ഗോണ മാരി ഹർ, ഇതാണ്. അപ്പൊ അവന്റെ അടുത്തും ഞാനിങ്ങനെ, അതായത് നമ്മളിപ്പോ ഒരു ബെസ്റ്റ് ബഡ്ഡീൻ്റെ അടുത്ത് ചർച്ച ചെയ്യുമ്പോൾ എടാ ഇങ്ങനെ ഉണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, കഴിക്കണോ, കല്യാണം കഴിക്കണോ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാവൂലേ, അതുപോലുമല്ല. ഞങ്ങളിങ്ങനെ നോർമലി ഞാനും മീത്തും എല്ലാ ദിവസവും സംസാരിക്കുന്നതാണ്. ഇങ്ങനെ സംസാരിച്ച് എല്ലാ ദിവസവും സംസാരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ അവൻ്റെ അടുത്ത് പറയാണ്, ഓക്കെ ഐ എം ഗോയിങ് ടു ഗെറ്റ് മാരീഡ്, അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു മാരി ഹർ. അപ്പോൾ അവനക്ക് അറിയാം, ഇവിടെ ഓൾറെഡി അറിയാം, എൻ്റെ അവനക്കും അറിയാം. അപ്പോൾ ഹി ഓൾറെഡി നോസ് ലൈക്ക് ഓക്കെ നല്ല കുട്ടിയാണ്, അങ്ങനത്തെ ഒരു ഇതൊക്കെ അറിയാം. അപ്പൊ അവൻ അങ്ങനെ ഭയങ്കര സർപ്രൈസ്ഡ് ഒന്നും ആയിട്ടില്ല, എന്നാലും സർപ്രൈസ്ഡ് ആയി. കാരണം സത്യം പറഞ്ഞാൽ അതിന് മുമ്പ് കുറെ ലോങ് ബാക്ക് ഞാനൊരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു സിഗ്മ അടിച്ച് സിംഗിളായിട്ട് ഇനി കല്യാണമൊന്നും വേണ്ട, സെൽഫ് ലവ്, ട്രാവൽ, ട്രിപ്പ്, മണി മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫുള്ള് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഇവനും ഈ മീത്തും എന്നെ ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ട്, എൻ്റെ വീട്ടുകാരൊക്കെ പറയുന്ന സമയത്ത് കല്യാണം. അപ്പൊ ഞാനിങ്ങനെ അവനെ ഫയർ ചെയ്യും, ഞാൻ ആ കാര്യം പറഞ്ഞു, ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കില്ല, കട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടിൽ പോക്ക് പോലും കുറവാണ്. ഈ ഒരു ഞങ്ങൾ 5 മക്കളാണ്, അതിൽ 5ാമനാണ് ഞാൻ, ലാസ്റ്റ് ആണ് ഞാൻ. അപ്പൊ ഞാൻ മാത്രമേ ഇന്ന് കല്യാണം കഴിക്കാൻ ബാക്കിയുള്ളൂ. അപ്പൊ അതിന്റെ ഒരു പ്രഷറും പ്രശ്നങ്ങളൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ വീട്ടിൽ പോക്കും കുറവാണ്. പോയാൽ തന്നെ 1-2 ദിവസം നിന്നിട്ട് ഉമ്മച്ചിന്റെ കൂടെ നിന്ന് സോപ്പിട്ട് ഉമ്മച്ചിന്റെ ഫുഡൊക്കെ അടിച്ച് ഞാൻ തിരിച്ചു വരും. അതൊക്കെ പോയി കാണും, അധികം നിൽക്കൂല. കാരണം നിൽക്കുമ്പോൾ ഈ ടോപ്പിക്കാണ് വരും, കല്യാണ ടോപ്പിക് വരും. ഫോൺ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ ഉമ്മച്ചിന്റെ അടുത്ത് സംസാരിച്ച് ലാസ്റ്റ് കല്യാണ ടോപ്പിക് ആകുമ്പോൾ നൈസായിട്ട് ഉമ്മ ഇച്ചിരി ബിസിയാണ്, ഞാൻ തിരിച്ചു വിളിക്കാൻ തന്നെ മുങ്ങാം. വീട്ടിൽ നിന്നാകുമ്പോൾ ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോൾ മുങ്ങാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ബാക്ക് ഫയർ ഒക്കെ മീത്തു ഇപ്പം അത് പറയുകയാണെങ്കിലും ഞാൻ തിരിച്ചു പറയും ഇങ്ങനെ കല്യാണം കഴിക്കും. പിന്നെ എൻ്റെ ഒരു ഇക്കാണ്ട് ഇവിടെ, സഫീർ ഖാൻ അഡ്വക്കേറ്റ്, പുള്ളിക്കാരനും എപ്പോഴും എന്നോട് പറയും ലൈഫ് ഒരു ആളൊക്കെ ഒരു പാർട്ട്ണറൊക്കെ വേണം ലൈഫ്, അങ്ങനെ ഭയങ്കര അഡ്വൈസ് ഒക്കെ ആയിരുന്നു.
അപ്പൊ ഞാൻ പുള്ളിക്കാരൻ അഡ്വൈസ് ചെയ്യുന്ന മൂടാണെങ്കിൽ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ പോകും, പിന്നെ കാണാൻ വിളിച്ചാൽ കാണാൻ പോകില്ല. ഇങ്ങനെയൊക്കെ നിൽക്കണം ഞാൻ. ഒരു മൊമെന്റിൽ ഞാൻ മീത്തുവിന്റെ അടുത്ത് പറയാണ് കല്യാണം കഴിക്കാൻ പോകണം. അപ്പൊ അവൻ ആയെങ്കിലും അവൻ ഹാപ്പിയാണ്, കാരണം അവൻ ഓൾറെഡി മാരീഡ് ആണ്. അപ്പൊ അവൻ പറഞ്ഞു ഓക്കെ ഫൈൻ എന്നൊക്കെ പറഞ്ഞിട്ടായി. പിന്നെയാണ് ഞാൻ ഇക്കാൻ്റെ അടുത്ത് പറയണതും ഇവളുടെ അടുത്ത് പറയുന്നത്, എന്റെ നേരത്തെ പറഞ്ഞ അഡ്വക്കേറ്റ് ഇക്കാൻ്റെ അടുത്തും പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് പറയണത് അങ്ങനെയാണ്. അപ്പോ പുള്ളിക്കാരത്തി അപ്പോഴും ഞാൻ ഇഷ്ടമാണെന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു മിനിമം ഒരു ഐ ലവ് യു പോലും ഞാൻ പറയാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഓക്കെ അപ്പം എന്താ പിന്നെ കല്യാണം. അപ്പൊ ഇവിടെ അപ്പോഴും വിചാരിക്കണേ പ്രാങ്ക് ചെയ്യാണ് എന്താണെന്ന് അറിയില്ലല്ലോ. കാരണം ഞാൻ അത്രയും വർഷം ഞാൻ ഇങ്ങനെ പുറകെ നടന്നിട്ടും തിരിച്ചു പറയാത്തൊരു സാധനം ഞാൻ എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുമ്പോ സത്യമാണോ അധികം ഉറപ്പാണ്, ചുമ്മാ പറ്റിക്കല്ല, ഇടയ്ക്ക് പറ്റിക്കുകയും ചെയ്യും. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ചുമ്മാ എന്ന് പറയും. സോ അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ ലെറ്റ്സ് ഗെറ്റ് മാരീഡ്. അപ്പം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര പ്യൂർ ആയിട്ട് സിൻസിയർ ആയിട്ട് തോന്നി, പിന്നെ ഇത് നഷ്ടപ്പെടുത്താൻ തോന്നിയില്ല. സോ ജസ്റ്റ് വെന്റ് ടു മാരേജ്. ഈ ഫാമിലിന്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഫാമിലിയുടെ ഒരു അത്യാവശ്യം എതിർപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവർക്ക് ആക്ച്വലി എന്റെ കല്യാണം വേണമായിരുന്നു, ഞാൻ പറഞ്ഞില്ല നിർബന്ധിക്കായിരുന്നു. പക്ഷെ ഈ ഒരു ഇന്റർ കാസ്റ്റ് ഈ റിലീജിയന്റെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് ഒരു ചെറിയൊരു ഇത് എന്ന് വെച്ചാൽ ഭയങ്കര ബഹളങ്ങളും പ്രശ്നങ്ങളൊന്നും അല്ല, കുറച്ച് ഓർത്തഡോക്സ് ആയിട്ടൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അതൊരു അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി മടി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം പോകെ പോകെ സംസാരിക്കേണ്ടി ഇപ്പൊ ഇവരുടെ അടുത്ത് സംസാരിച്ചു, അങ്ങനെയൊക്കെ ആയി വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഇറ്റ്സ് ഓൾ ഗെറ്റിംഗ് നോർമൽ. വീട്ടില് ഐ തിങ്ക് ദുബായിലാണല്ലേ? അല്ലല്ല ബോൺ ബ്രോട്ടപ്പ് ഞാൻ നാട്ടിൽ തന്നെ, ഫാമിലി ഒക്കെ സെറ്റിൽഡ് ആയത് ദുബായിൽ. ഞാൻ ഇങ്ങനെ പോയി വരും. ശരി, അപ്പൊ ഇനി ദുബായിക്ക് ദുബായിക്ക് പോകാന്നൊക്കെ പറഞ്ഞ പ്ലാൻ ചെയ്യുമ്പോഴേക്ക് പാസ്പോർട്ട് ഇല്ല. റേഷൻ കാർഡ് കൊണ്ട് പോകാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നു, എനിക്ക് അറിയില്ല. റേഷൻ കാർഡിന്റെ ഒരു കോപ്പി എടുത്ത് വന്നിട്ടുണ്ട് വീട്ടിൽ. നേരത്തെ പറഞ്ഞത് നമ്മൾ തിരിച്ചെടുത്തു. എന്നെ പോലെ ആൾക്കാർക്ക് പാസ്പോർട്ട് ഒന്നും വേണ്ട, ഞാൻ പോയി ചിരിച്ചണിച്ചാൽ മതി, അവരെന്നെ കയറ്റി വിട്ടോളൂ. അതെ അതെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും പിടിച്ചേക്കാൻ പറ്റും. അപ്പോ വേറെ എന്തൊക്കെയാണ് കോളേജ് വിശേഷം, പിന്നെ അതുപോലെ കരിയർ വൈസ് എന്തൊക്കെയാണ്? കോളേജ് വിശേഷം പ്രത്യേകിച്ചില്ല, എക്സാംസ് അതിന് ഇതൊക്കെ ആയിട്ട് ആർക്കെങ്കിലും അറിയാമായിരുന്നോ ഈ ഒരു കാര്യം? ആക്ച്വലി ഇങ്ങനെ കല്യാണം കഴിക്കാൻ പോണെന്ന് അവർക്ക് അറിയായിരുന്നു, കാരണം ക്ലാസ്സിൽ നിന്ന് എപ്പോഴും കോൾ ചെയ്യുമ്പോഴൊക്കെ അവർ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. പിന്നെ ഡേറ്റ് ആക്ച്വലി ഇപ്പഴേ ഉണ്ടായിരുന്നില്ല, ഇന്നല്ലേ? ഞങ്ങളുടെ ഒറിജിനൽ രജിസ്റ്റർ കല്യാണത്തിന്റെ ഡേറ്റ് ഇന്നാണ്, 17th അല്ലേ? ഇന്നാണ്. അത് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഈ ബാക്ക് ഇഞ്ചുറിയും പ്രശ്നങ്ങളായ സമയത്തും പിന്നെ ഇവക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കുറച്ചും കൂടി പ്രശ്നങ്ങളായപ്പോഴേക്കും ഞാൻ പിന്നെ ഈ നോട്ടീസ് ബോർഡ് ലീക്ക് ആയിരുന്നു, ഈ സാധനം ലീക്ക് ആയിരുന്നു. അപ്പൊ ഓരോരാളും ചോദിച്ചു വരുന്ന സമയത്ത് എനിക്ക് അതിനേക്കാളും നല്ലത് ഓരോരാളും റിപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഒരു അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും അങ്ങോട്ട് അറിയിക്കാന്ന് വിചാരിച്ചിട്ട് ഡേറ്റ് ഞങ്ങൾ പ്രീപോൺ ചെയ്തു. അതാണ് ഞങ്ങൾ 5th പ്ലാൻ ചെയ്തത്, അല്ലെങ്കിൽ ഇന്നാണ് February 17th ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ലൈക്ക് വെനസ്ഡേ ആയിരുന്നു ഞങ്ങളെ കല്യാണം 5th. മൺഡേ ഞാൻ ആണെങ്കിൽ കോളേജിൽ പോയില്ല. ട്യൂസ്ഡേയും പോവാത്തപ്പോൾ അവർ ചോദിച്ചു എന്ത് പറ്റി, ഞാൻ പറഞ്ഞ ഒന്നുമില്ല, വെനസ്ഡേ ഇപ്പൊ ഞാൻ അവർക്ക് ഫോട്ടോ ഇട്ട് കൊടുത്തു കല്യാണം കഴിഞ്ഞിട്ടോ. അപ്പൊ അവർ ഭയങ്കര സർപ്രൈസ്, ഇത്ര പെട്ടെന്ന് 17th അല്ലേ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മേഘയുടെ വീട്ടിൽ പറഞ്ഞപ്പോ എന്തായിരുന്നു അവരുടെയൊക്കെ ഒരു റിയാക്ഷൻ? ആസ് യൂഷ്വൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ രജിസ്റ്റർ മാരേജിന്റെ ആ ദിവസം അച്ഛൻ വന്നു, അച്ഛൻ ഞങ്ങള് ബ്ലെസ് ചെയ്തു. ഞങ്ങൾ പ്രീപോൺ ചെയ്ത ഡേറ്റ് പോലും അറിഞ്ഞിട്ടു, ഞങ്ങള് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് വന്നു. ഞങ്ങള് ഫോട്ടോസ് ഒക്കെ എടുത്ത് ചില്ലേത് നിൽക്കായിരുന്നു. പെട്ടെന്ന് ഇവള് അച്ഛനെ കണ്ടപ്പോ അയ്യോ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇതായി, ഞാൻ പാനിക്കായി പോയി. ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്ത ഡേറ്റിൽ തന്നെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം അങ്ങനെ ഉണ്ടായി. ഇത് പെട്ടെന്ന് ഞങ്ങൾ അതായത് ഓൾമോസ്റ്റ് സാറ്റർഡേ ആയിട്ട് എന്തോ തീരുമാനിക്കുന്നു, സാറ്റർഡേ പ്ലാൻ കൺഫേം ആക്കുന്നു, സൺഡേ മൺഡേ ട്യൂസ്ഡേ ആയിട്ട് ചെറിയ കുഞ്ഞു ഷോപ്പിംഗ്, വെനസ്ഡേ പോയി കിട്ടുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പൊ പുള്ളിക്കാരൻ പെട്ടെന്ന് പക്ഷെ നൈസ് ആയിരുന്നു, വന്നിട്ട് എൻ്റെ അടുത്തും പറഞ്ഞു എൻ്റെ മോളെ കുഞ്ഞുപോലെ നോക്കുന്നു വന്നു. പിന്നെ കുറെ സംസാരിച്ചു, പുള്ളിക്കാരന് ഇവളെയും ബ്ലെസ് ചെയ്ത് കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് നന്നായിട്ട് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പോയി. അപ്പം ഭയങ്കര ഹാപ്പി. അപ്പൊ നേരത്തെ നമ്മുടെ ഹണിമൂൺ പ്ലാൻസ് പറഞ്ഞല്ലോ, എവിടെയാണ് ശരിക്കും പോവാൻ മേഘയ്ക്ക് ആഗ്രഹം? എനിക്ക് ബാലിയും ലക്ഷദ്വീപും പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ലക്ഷദ്വീപിൽ ആക്ച്വലി പാസ്പോർട്ട് വേണ്ട, അതൊക്കെ പ്ലാൻ ചെയ്യാം. ലക്ഷദ്വീപിൽ പെട്ടെന്ന് നോക്കൂ. ഞങ്ങള് പറഞ്ഞല്ലോ ഇവിടെ ഒരു എക്സാമും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആവുന്ന സമയത്ത് രണ്ടാൾക്കും ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പൊ
നിങ്ങളൊരു ഇപ്പൊ അടുത്ത് കല്യാണം കഴിക്കുന്ന കുറെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞൊക്കെ കേട്ട്, ചിലരൊക്കെ പറഞ്ഞു 2 കൊല്ലത്തെ മറ്റേ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തു. അതുപോലെ നിങ്ങളൊരു 3 കൊല്ലം ലൈഫ് ലോങ് ഹണിമൂൺ ട്രാവലിംഗ് ട്രിപ്സ് അതാണ് എല്ലാ ദിവസവും. അത് പറഞ്ഞപ്പോ നമ്മുടെ വാലന്റൈൻസ് ഡേ ജസ്റ്റ് കഴിഞ്ഞല്ലേ ഉള്ളൂ, എന്തായിരുന്നു ഗിഫ്റ്റ്? ഞങ്ങള് കൊച്ചിയിലായിരുന്നു. കൊച്ചിയിലാകുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവർക്ക് ലക്ഷദ്വീപിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ലക്ഷദ്വീപിൽ പോണെന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് പറഞ്ഞു ലക്ഷദ്വീപിൽ ഷിപ്പിൽ പോവാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് ലക്ഷദ്വീപിൽ പോകണമെന്ന് ഭയങ്കര, ഷിപ്പിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു മിനി വേർഷൻ എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നു. ഷിപ്പിൽ പോകണമെന്നുള്ളൊരു ആഗ്രഹം. ഇപ്പൊ ലക്ഷദ്വീപ് പെട്ടെന്ന് പോകാൻ പറ്റുന്നില്ല, എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച് അതിന്റെ ഹാഫ് ചെയ്ത് കൊടുക്കാം, ഷിപ്പ് പരിപാടി സെറ്റ് ആക്കാന്ന് വിചാരിച്ചിട്ട് കൊച്ചിയിൽ പോയപ്പോഴേക്കും ഞങ്ങളൊരു ക്രൂയിസ് എടുത്തിട്ട് അതില് പരിപാടിയും പാർട്ടിയും കാര്യങ്ങളൊക്കെ ആക്കി അങ്ങനെ ഒരു റൈഡ് ഇട്ടിട്ട് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ നൈസ്, ഫുൾ എൻജോയ് ചെയ്തു. പക്ഷെ ലക്ഷദ്വീപ് പോകുമ്പോ അത്ര നൈസ് ആയിരിക്കില്ലേ? ഞാൻ മറ്റേ അനങ്ങിയിട്ടില്ല, ഞാൻ പോയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ അനങ്ങാണ്ട് കിടന്ന് എപ്പോ വാള് വെക്കും തല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള. നമ്മളിപ്പം പോയ സമയത്ത് ഹാഫും നമ്മൾ കടലിൽ എത്തിയിരുന്നില്ല. കടലിൽ എത്തുന്ന സമയത്താണ് ആ ചെറിയൊരു ഷെയ്ക്കിങ് തുടങ്ങിയത്. ലക്ഷദ്വീപിൽ പോകുമ്പോൾ ത്രൂ ഔട്ട് അതായിരിക്കും. അപ്പൊ നമുക്ക് തിരിച്ചു പോകുമ്പോ പോവാ, ഞാൻ അവിടെ പോയിട്ട് കിടക്കണ്ടല്ലോ. ലക്ഷദ്വീപിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത്, ലക്ഷദ്വീപിന് തിരിച്ച് കേരളത്തേക്ക് വരുന്ന സമയത്ത്, ലക്ഷദ്വീപിന് തിരിച്ച് കേരളത്തേക്ക് വരുന്ന സമയത്ത്, ലക്ഷദ്വീപ് കേരളത്തിലല്ലേ? എനിക്കറിഞ്ഞൂടാ പറഞ്ഞ്. വിദേശ രാജ്യങ്ങളായ പറയൂ, ഞങ്ങളുടെ പ്രൊഡ്യൂസറിന് ഷോർട്സ് ഇട്ട് കട്ട് ചെയ്യാനുള്ള കണ്ടന്റ് ഇട്ടിട്ടെ. ലക്ഷദ്വീപ് തിരിച്ച് കഴക്കൂട്ടം വരുമ്പോൾ കഴക്കൂട്ടം എന്ന രാജ്യം കൂടി പറ, സ്റ്റേറ്റ് അല്ലേ? ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, കുട്ടി അധികം സംസാരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയൊന്നല്ല, പോട്ടെ, സാരമില്ല. ആർക്കും അബദ്ധം പറ്റില്ലേ? അത് അത്രേ ഉള്ളൂ. പ്രൈം മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ പറ, പ്രൈം മിനിസ്റ്റർ പറ, ആരാ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാ? മുഖ്യമന്ത്രി എന്ന് പറയുമ്പോ ഹോം മിനിസ്റ്റർ അല്ലേ? മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഹോം മിനിസ്റ്റർ, നോട്ട് ദ പോയിന്റ്. എനിക്ക് മലയാളം അറിഞ്ഞൂടെ, ഞാൻ പോണ പരിപാടി ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു ചെറുതായിട്ട്. ശരി, അപ്പൊ ഹോം മിനിസ്റ്റർ ആരാ പറയൂ? ഹോം മിനിസ്റ്റർ പിണറായി വിജയൻ അല്ലേ? അല്ല സോറി, അത് എന്തോ ആ ശരി, ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്റർ, ഹോം മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും ഒന്നാണല്ലേ? അല്ല, ഒന്നല്ല, രണ്ടല്ലേ? ചേച്ചിക്ക് അറിയുന്ന ഞാൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്, അറിയില്ലല്ലേ? ഹോം മിനിസ്റ്റർ വേറെ, ചീഫ് മിനിസ്റ്റർ വേറെ അല്ലേ? നിർത്തിയിട്ട് ഇത് ജി കെ അല്ല, ഇത് ജി കെ എന്ന് പോലും പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ സൽമാൻ ഈ മീരണ്ടിലും പ്രോജക്റ്റിൽ നിന്ന് ശരിക്കും ഒരു ഹാഫ് വേയിൽ മാറുമായിരുന്നില്ലേ? അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ മേഘയുടെ ഒരു മൈൻഡ് സെറ്റ് എന്തായിരുന്നു? എന്താ തോന്നിയ? ഭയങ്കര വിഷമായിരുന്നു, ഓഫ് കോഴ്സ് കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ ആക്ച്വലി പാച്ചുള്ള സമയത്ത് ഞാൻ പാച്ചു എന്നല്ല വിളിക്കണേ, അതെന്താ അങ്ങനെ വിളിക്കണേ? വീട്ടിൽ വിളിക്കുന്ന പേര് പാച്ചു. എന്റെ പെറ്റ് നെയിം പാച്ചു എന്നാണ്. ഇവള് പാച്ചു പാച്ചുക്ക വിളിക്കും. ശരി. അപ്പം എന്താണ് മിഴണ്ടിൽ സെറ്റിലേക്ക് ഞാൻ പോണ സമയത്ത് എന്താണ് ഒരു വെക്കേഷന് പോകുന്ന പോലെയാണ്, ഫുൾ എൻജോയ്മെന്റ് അങ്ങനെയൊക്കെ ആയിട്ട്. ഞാനില്ലാത്തപ്പോഴാണ്. അല്ല, നീ ഉള്ളപ്പോ. ഓ, ഞാനില്ലാത്തപ്പോഴാണോ? പാച്ചു ഉള്ളപ്പോ ഞാൻ പോയതുകൊണ്ട് അടിപൊളിയായിരുന്നു. അല്ല, പാച്ചു ഉള്ളപ്പോ ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. പാച്ചു പോയതിന് ശേഷം എന്താണ് വർക്ക് ചെയ്യണ പോലെ ആയിരുന്നു. അതുവരെ വർക്ക് ഫീലിംഗ് ഉണ്ടായിരുന്നില്ല, പിന്നെ അത് വർക്ക് തന്നെയായിരുന്നു. പിന്നെ ഫുൾ ഷോക്കായിരുന്നു അവിടെ. അവിടുത്തെ ഒരു എനർജി ബൂസ്റ്റർ പാച്ചു ആയിരുന്നു. ആ ഒരു എനർജി പോയതിനു ശേഷം എല്ലാരും ഭയങ്കര സൈലന്റ് ആയിരുന്നു. ഇങ്ങനെ ഭയങ്കരത്തിൽ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒരു പ്രൊജക്റ്റിൽ നിന്ന് മാത്രം പോകുന്നതായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ഫാമിലി മിസ്, നമ്മളെ ഒരുപാട് കാലം കൂടെ ഉണ്ടായിരുന്ന ഒരു ആൾക്കാരെ മിസ്, ഇങ്ങനെയൊക്കെ ആയപ്പോഴേക്കും എനിക്കത് ഒട്ടും ഡൈജസ്റ്റ് ആയില്ല. ലിറ്ററലി എൻ്റെ ലൈഫിൽ ഇത്രയും നാളത്തെ എൻ്റെ ഈ ലൈഫിൽ ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്ന ഒരു 3-4 കരച്ചിലാണുള്ളത്. ഞാൻ അത്രയും മറക്കാൻ പറ്റാത്ത നമ്മൾ കരച്ചിൽ മൊമെന്റ് അതിലൊന്നായിരുന്നു എനിക്ക് മിഴിരണ്ടിലും മിസ്സായപ്പോൾ. ലിറ്ററലി ഐ വാസ് ക്രൈ. എന്താ വെച്ചാൽ എനിക്കത് ഞാൻ അത്രയും പാമ്പർ ചെയ്ത് കൊണ്ടുവന്ന ഒരു പ്രൊജക്റ്റ് ആണ്. മിഴിരണ്ടിലും സീരിയലിന്റെ കുറെ കട്ട്സും കാര്യങ്ങളൊക്കെ
ഇപ്പോഴും എഡിറ്റ് ചെയ്യുന്ന ഫാൻ പേജസ് ഉണ്ട്, ഇപ്പോഴും അത് ഫോളോ അപ്പ് ചെയ്യുന്ന ഫാൻ ഇനിയിപ്പോ പേജസ്. അവർക്ക് ലൈഫ് ലോങ് അവർക്ക് പരാതി ഉണ്ടാകും ലൈക്ക് ഞങ്ങളുടെ പിക്സും വീഡിയോസ് ഒന്നും കിട്ടാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ full കിട്ടും. അത്രയും നാളത്തെ നിങ്ങളുടെ സങ്കടം മാറി കിട്ടിയിരിക്കുകയാണ്. ഇനി ലൈഫ് ലോങ് ഇവർ ഒരുമിച്ചാണ്. അപ്പൊ അപ്പൊ അത്രക്കും ആ ഒരു സ്നേഹവും ബ്ലെസ്സിങ്ങും ഒക്കെ ഞാൻ എൻജോയ് ചെയ്ത ഒരു പ്രൊജക്റ്റ് ആയപ്പോൾ പെട്ടെന്ന് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ അതിൽ തന്നെ നല്ലൊരു പ്രൊജക്ട് ചെയ്ത് ഞങ്ങൾ തിരിച്ചു വരുമെന്ന് വിചാരിക്കുന്നു. സൽമാൻ എങ്ങനെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എത്തിയത്? ലൈക്ക് യു ആർ പാഷനറ്റ് അബൌട്ട് ആക്ടിങ്. ഇപ്പൊ എൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് ഇതിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്, ഒന്ന് ജോബ് കിട്ടാത്തതിന്റെ കാര്യം, പഠിച്ച ജോബ് കിട്ടും. രണ്ട് ജസ്റ്റ് ഫോർ മണി ഫെയിം റെസ്പെക്ട് എന്നുള്ള ഒരു സംഭവം തന്നെയാണ്. ഞാൻ അങ്ങനെ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് വന്നതൊന്നുമല്ല. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ പല ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അപ്പോഴാണ് ഞാൻ ഇതിന്റെ വലിപ്പവും ഇത് എത്രത്തോളം വലിയൊരു കാര്യമാണെന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ അവിടെ പോയിട്ട് പരിചയപ്പെടുന്ന ഓരോരോ ആൾക്കാരും 4 വർഷവും 5 വർഷവും 6 വർഷവും ഒക്കെ ഒരു ചാൻസിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരെ കണ്ടപ്പോൾ അപ്പോഴാണ് ഇതിന്റെ ഒരു വലിപ്പം ഞാൻ തിരിച്ചറിയുന്നത്. കാരണം എനിക്കിത് പറഞ്ഞു തരാനോ എനിക്കൊരു സപ്പോർട്ട് ചെയ്യാനോ എൻ്റെ ബാക്കിൽ ആരും ഉണ്ടായിരുന്നില്ല. വെറും 0 തുടങ്ങിയതോ. ഇന്ന് ഒരു സ്റ്റെപ്പെങ്കിലും ഞാൻ കയറി നിൽക്കുന്നുണ്ടെങ്കിൽ അന്ന് വെറും 0 തുടങ്ങിയതോ. ഞാൻ സെൽഫായിട്ട് പഠിച്ചതാണ്, സെൽഫായിട്ട് ചെയ്തൊക്കെയാണ്. പക്ഷെ ഇവരൊക്കെ കണ്ടപ്പോഴേക്കാണ് ഇത് എത്രത്തോളം ഉള്ള വലിയ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. ആ ടൈമിൽ കണ്ടിട്ടുണ്ടോ ടിവിയിലെ സൽമാനെ? കണ്ടിട്ടില്ല. ബാലതാരമായിട്ട് ഈ കുട്ടീനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാന് മറ്റേ ഒരു പാട്ടുണ്ടല്ലോ, ഒരു അല്ല ഇവൾ എന്റെ പെണ്ണാകണി എന്ന് മറ്റൊരു പാട്ട് വിനീത് ശ്രീനിവാസൻ ചേട്ടൻ പാടിയ ഒരു പാട്ടുണ്ട്. അതെന്റെ ഒരു വൺ ഓഫ് ദി ഫേവറേറ്റ് സോങ് ആയിരുന്നു. പക്ഷെ അതിൽ ഉള്ള ആളാണ് ഇയാളെന്ന് ഞാൻ പിന്നെയാണ് അറിയുന്നത്. സോങ് ഒരു മൂവിയിലാണ്, ആ മൂവിയുടെ ഹീറോയിൻ ഞാനായിട്ടാണ് ചെയ്തത്. അതെയോ? ആ പാട്ട് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. പക്ഷെ ആ പുള്ളിക്കാരിയാണ് ഈ പുള്ളിക്കാരി ഞാൻ അറിയില്ലായിരുന്നു. ഞാൻ ചെയ്തതാണത്. ഇൻസ്റ്റ പോസ്റ്റിൽ നോക്കിയപ്പോഴത്തേക്കും നീസിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഈ പാട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എന്റെ സിസ്റ്റർ അപ്പൊ ഈ പാട്ടില് ഹീറോയിൻ അറിയാമോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാനാ. സൽമാൻ വാങ്ങി തന്ന ഫസ്റ്റ് ഗിഫ്റ്റ് എന്താ? ഒരു ടീഷർട്ട്. അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് എന്താ വാങ്ങി തന്നത്? അതിന് എല്ലാ ഗിഫ്റ്റും ഭയങ്കര സ്പെഷ്യലാണ്. അതിലെ ഒരു ഗിഫ്റ്റാണ് ഈ റിങ്. പ്രപ്പോസ് ചെയ്ത റിങ്. ഇതാണ് ഞാൻ രജിസ്റ്റർ ഓഫീസിൽ 1 മണിക്കൂർ മുമ്പ് തിരിച്ച് നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ടേഷൻ ഓ വാവ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് സൂക്ഷിച്ചു വെക്കാനല്ലേ. ഇത് അതിന്റെ അറ്റം വരെ വരില്ല. കണ്ടപ്പോ ഓ വാവ് താങ്ക് യു എന്ന് പറഞ്ഞു. പിന്നെ ആ ഗിഫ്റ്റിനെ കുറിച്ച് പക്ഷേ ഗിഫ്റ്റ് എവിടെ? അത് പിന്നെ അത് അവിടെ എവിടെയോ ഉണ്ട്. പക്ഷെ എവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് പുള്ളിക്കാരിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വെച്ചെങ്കിൽ എല്ലാം സെൽഫായിട്ട് ഉണ്ടാക്കുന്ന ഗിഫ്റ്റാണ്, ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാണ്. അങ്ങനത്തെ ക്രാഫ്റ്റിംഗ് പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിന് ഇടുന്ന ഒരു എഫേർട്ടും ടൈമും ഒക്കെ ഉണ്ട്. ഇപ്പൊ ബർത്ത്ഡേ ഒക്കെ മുമ്പേ അറിഞ്ഞിട്ട് അതിന് വേണ്ടിട്ട് ഒരു ബുക്ക്ലെറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് ഓരോ മൊമെന്റ്സ് ഓരോ പിന്നെ അങ്ങനെ ഭയങ്കരത്തില് ഹാൻഡ് ക്രാഫ്റ്റിന്റെ ആളാണ്. അപ്പൊ എനിക്ക് തന്ന ഗിഫ്റ്റ് ഒക്കെ അങ്ങനത്തെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു അല്ലേ? അടിപൊളി. പക്ഷെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ ഹാൻഡ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്ത് ആ ഒരു ഇടുന്ന എഫേർട്ടും ടൈമും ഒക്കെ നമുക്ക് അത്രയും ഇഷ്ടമുള്ള ഒരാൾക്ക് അല്ലേ? അത് പറയുന്നതിൽ തെറ്റില്ല. കിട്ടുമ്പോ ഒരു തിരിച്ചൊരു വാവ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടാ, ഇനിയിപ്പോ എല്ലാം ഒരുമിച്ച് തന്നെ അല്ലേ? നിങ്ങൾ ഒരു സെപ്പറേറ്റ് കബോർഡ് ഒക്കെ മേടിച്ച് നിങ്ങളുടെ ഗിഫ്റ്റ്സ് മാത്രം വെക്കാനായിട്ട് സൂക്ഷിച്ച് വെക്കുക. അപ്പൊ നിങ്ങൾ ട്രിവാൻഡ്രം തന്നെ സെറ്റിൽ ചെയ്യാനാണോ പ്ലാൻ ഇനി? ആസ് ഓഫ് നൗ കാരണം ഇപ്പം ഒരു തമിഴ് വർക്ക് ഇപ്പൊ ചെയ്യുന്നുണ്ട്, മലയാളത്തിന് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എല്ലാം ഓക്കെ ആയെങ്കിൽ മലയാളവും ചെയ്യും. പക്ഷെ ബേസ്ഡ് ഇപ്പം ഇനെന്തായാലും ട്രിവാൻഡ്രം തന്നെയായിരിക്കും. ട്രിവാൻഡ്രം ഇഷ്ടമാണ്? ഓ തീർച്ചയായിട്ടും ഇഷ്ടമാണ്. ഇവിടെ പോയിട്ടുള്ളതിൽ ഇവിടെ എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഇവിടെ ഫസ്റ്റ് ആയിട്ട് ഒരുമിച്ച് പോയി കണ്ട മൂവി ഏതാ? വിടാമുയർച്ചി. ഓ, അപ്പൊ ഇപ്പൊ ജസ്റ്റ് ഇപ്പോഴാണ് ആദ്യമായിട്ട് പുറത്തു പോകുന്നത്? ഞങ്ങളിപ്പോ കല്യാണത്തിന് ശേഷമാണ് ഒരുമിച്ച് പുറത്ത്. ഞങ്ങള് ഷൂട്ട് ചെയ്യുന്ന സമയത്തോ അല്ലാത്ത സമയത്തോ ഒന്നുമില്ല. ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ കണ്ടിട്ടേല്ലോ. സീരിയസ്ലി? അതായത് മിഴിരണ്ടലിനും ശേഷം നിങ്ങള് അധികം കണ്ടിട്ടില്ല? ഇല്ല, ഇവിടെ കോളേജ് വീട് അല്ലെങ്കിൽ ഷൂട്ട് വീട് അങ്ങനെയാണ്. പിന്നെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ കുറച്ച് സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് ഞങ്ങൾ പുറത്തൊന്നും മീറ്റ് ചെയ്യാറില്ല. എനിക്ക് പിന്നെ ഭയങ്കര ആഗ്രഹമാണ് ലൈക്ക് ഈ ഫിലിം വരുമ്പോ ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ വൈബ് നമ്മൾ കുറെ റീൽസിലൊക്കെ കാണുന്നു. എല്ലാരും ഭയങ്കര ഈ പേപ്പറൊക്കെ എറിഞ്ഞ് ചെന്നൈ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു ആ വൈബ് കറക്റ്റ് അറിയണമെങ്കിൽ നമ്മള് അവിടെ അല്ലെങ്കിൽ ഇവിടെ ഒക്കെ നല്ലൊരു ലാലേട്ടൻ മമ്മൂക്ക നല്ലൊരു മൂവി അങ്ങനെയൊക്കെ വരണം. അപ്പൊ അങ്ങനെ കുറെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊരു ആഗ്രഹമാണ്
എന്നെ സാധിച്ചത്. ആക്ച്വലി ആ ഒരു സൈഡൊക്കെ ഞാൻ ഭയങ്കര ഭാഗ്യവാൻ കേട്ടോ. കാരണം ആഗ്രഹങ്ങളൊക്കെ ചോദിച്ചാൽ വലിയ വലിയ സംഭവങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. ചുമ്മാ എന്താ പറയാ, ബീച്ചിൽ കൈപിടിച്ച് നടക്കണം, അല്ലെങ്കിൽ ഒരു മൂവി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ വിത്ത് പോപ്കോൺ ഇത് കാണണം, പിന്നെ എന്താ പറയാ, പിന്നെ നൈറ്റ് ഒരു 2 മണിക്ക് പോയി ചായ കുടിക്കണം, ചായ ഒന്നും കുടിക്കാത്ത ആളാണ്, അല്ലെങ്കിൽ കോഫി എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കണം. ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ഹസ്ബൻഡ് ആവാൻ പറ്റും. വലിയ എഫേർട്ട് ഇല്ല, സിമ്പിൾ ആയിട്ട് നടത്തി കൊടുക്കാവുന്ന കാര്യങ്ങൾ. വേറെ ഒന്നുമില്ല. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വേണം, ഇപ്പൊ ഫോൺ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്രേസ്, വാച്ച്, അങ്ങനെ ഒന്നുമില്ല. എന്ത് കൊടുത്താലും പുള്ളിക്കാർക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ്. അത് ചെറിയ എന്ത് മുതൽ വലുത് എന്ത് കൊടുത്താലും ഞാൻ എല്ലാം ഭയങ്കര കീപ്പ് ചെയ്യും. ഇപ്പൊ ഒരു മുട്ടായി കവർ ആണെങ്കിലും ഞാൻ എല്ലാം സൂക്ഷിച്ചു. ഇങ്ങനെയുള്ള ആളെ പൊന്നു പോലെ നോക്കിക്കോണം. സൽമാനാണ് ഇനി ഉത്തരവാദിത്വം മുഴുവൻ. തീർച്ചയായിട്ടും എനിക്ക് വൈകി കിട്ടിയ പൊക്കി പറയട്ടെ, പറഞ്ഞു വൈകി കിട്ടിയ സ്വത്തും മുത്തൊക്കെ ആയതുകൊണ്ട് ഞാൻ പൊന്നുപോലെ നോക്കാട്ടെ. സൂപ്പർ. സോ നിങ്ങളുടെ ഈ ഒരു ലവും സ്നേഹം, എന്താ പറയാ, സന്തോഷം, ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ത്രൂ ഔട്ട് ഉണ്ടാവട്ടെ. എല്ലാ സ്വപ്നങ്ങളും നിങ്ങൾക്ക് നേടാൻ പറ്റട്ടെ. നല്ല അടിപൊളിയായിട്ട് കരിയറും ലൈഫും സൂപ്പർ ആയിട്ട് മുന്നോട്ട്, പഠിത്തവും ഒക്കെ മുന്നോട്ട് കൊണ്ട്. ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. അതാ കമന്റ്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും ഒരുപാട് എനിക്ക് ഒരുപാട് DMs ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് ഞങ്ങൾ ഇപ്പൊ വണ്ടിയിൽ വരുന്ന സമയത്ത് ഇത്രയും വലിയൊരു DM, ഒരു essay പോലത്തെ ഒരു സാധനം വായിച്ചിരിക്കുകയാണ്. കാരണം പുള്ളിക്കാരത്തി ഞങ്ങളിങ്ങനെ അറിഞ്ഞിട്ട് ഞങ്ങളുടെ എന്തോ ഒരു പിക്ചർ കണ്ട് വന്ന് പേര് ഇഷ്ടപ്പെട്ട് ആരാണെന്ന് സെർച്ച് ചെയ്ത് നോക്കി മിഴി രണ്ടിലും ചെയ്ത ആൾക്കാരെന്ന് അറിഞ്ഞിട്ട് മിഴി രണ്ടിൽ ഇപ്പൊ 1 മുതലേ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങൾ അറിഞ്ഞിട്ട് മിഴി രണ്ടിലും വന്ന ആൾക്കാരുണ്ട്, മിഴി രണ്ടിലും അറിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് എന്താ പറയാ, ഒരുപാട് പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾ അതിൽ കാണാറുണ്ട്. DM-ലാണെങ്കിലും കമന്റ് സെക്ഷനിലാണെങ്കിലും ഒക്കെ ഭയങ്കര ഹാപ്പിയാണ്. സൽമാൻ പറഞ്ഞ പോലെ ഒത്തിരി ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാനും നിങ്ങളുടെ ഈ ഒരു എന്താ ലൈഫ് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാ. അപ്പൊ നമ്മളുടെ ഈ ഒരു ഇന്റർവ്യൂ എന്നുള്ളൊരു നിങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കുന്ന സാധനം നമ്മളിവിടെ തീരുകയാണ്.